ഹായ്, വെൽക്കം ബാക്ക് ടു രഞ്ജൂസ് കഫേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ 65 ആണ്. വളരെ ഈസിയാണ്. ഇത് ഹോം സ്റ്റൈൽ വേർഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റ് ചെറിയ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 3 ഗ്രീൻ ചില്ലി, പിന്നെ കറി ലീവ്സ് ഒരു 3 കൊളുന്ത്, പിന്നെ 1 ലൈമ്, പിന്നെ 1 മുട്ട. ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. ആദ്യം നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്യുക. ആദ്യം ലൈം ജ്യൂസ് ആഡ് ചെയ്യുക. ലൈം ജ്യൂസ് ചിക്കൻ നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യുക. പിന്നെ നമ്മുടെ മുട്ട പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇടുക. എന്നിട്ടത് ഒരു സ്പൂണോട് നന്നായിട്ട് ചിക്കനായിട്ട് മിക്സ് ചെയ്യുക. ഇനി മസാലപ്പൊടികൾ ചേർക്കാം. ഞാൻ ആദ്യം കശ്മീരി ചില്ലി പൗഡർ ഒരു 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവുള്ള ചില്ലി പൗഡർ ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ് നിങ്ങളുടെ രുചിക്കനുസരിച്ചിട്ട്. ഇത്രയും ഡ്രൈ ഇൻഗ്രീഡിയൻസ് സെക്കൻഡ് സെറ്റായിട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എല്ലാ ചിക്കൻ ക്യൂബ്സും അതിന് സ്പൈസസ് കോട്ടായിന്ന് ഉറപ്പ് വരുത്തുക. ഇനി നമ്മൾ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യും. ആദ്യം 1 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്യും. മൈദ കോട്ടിങ് പുറത്ത് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ കോൺഫ്ലവർ നല്ല ക്രിസ്പി ആക്കും കോട്ടിങ്. പിന്നെ റൈസ് ഫ്ലോർ, അതും നല്ല ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്യുന്നത്. റൈസ് ഫ്ലോർ 1 ടേബിൾ സ്പൂൺ. വീണ്ടും നന്നായിട്ട് സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുക. സോ ദാറ്റ് ഓരോ പീസും നല്ല തിക്ക് കോട്ടിങ് ഉണ്ടാവുമെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഒരു 30 മിനിറ്റത്തേക്ക് മാറ്റി വയ്ക്കുക. 30 മിനിറ്റ് കഴിഞ്ഞാൽ ഒരു പാൻ ചൂടാക്കുക. എന്നിട്ട് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ ബാച്ചായിട്ട് കുക്ക് ചെയ്തെടുക്കും. ഓരോ പീസ് ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കുക, ഗോൾഡൻ ക്രിസ്പ് ആവുന്നവരെ. അപ്പോൾ നമ്മുടെ ചിക്കൻ 65 റെഡിയായി. ഫസ്റ്റ് ബാച്ച് റെഡിയായി. മുപ്പത് മിനിറ്റ് മാത്രം മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. അതിന് ശേഷം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് സോഫ്റ്റായി പോകും, തീരെ സോഫ്റ്റായി പോകും. എന്നിട്ട് അവസാനമായിട്ട് അതേ എണ്ണയിൽ കുറച്ച് ഗ്രീൻ ചില്ലിയും കറിവേപ്പിലയും വറുത്തിട്ട് നമ്മൾ ചിക്കൻ്റെ മുകളിൽ പൊരിച്ച ചിക്കനിൽ മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.